ഗൈസ് അപ്പോൾ ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡേഞ്ചർ ലൈഫാണ് കേട്ടോ. അതായത് ഞങ്ങൾ ഇന്നലെ മൂന്നാർ പോയിട്ട് ഏകദേശം ഒരു 12:30 രാത്രി വീടെത്തുന്ന സമയത്ത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ടയർഡും ഞങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വന്നതും ഞാനങ്ങനെ കിടന്നൊരു ഉറക്കം ഉറങ്ങിയിട്ടാണ്. എന്നിട്ട് ഞാനിപ്പോൾ നേരത്തെ എണീറ്റിട്ട് കുറച്ച് നേരം ഒന്ന് അതിൻ്റെ ഒരു ഹാങ് ഓവർ തീർക്കാൻ വേണ്ടി കിടക്കായിരുന്നു ഗൈസ്. അത് കഴിഞ്ഞിട്ട് ഇതപ്പോൾ പുറത്ത് വന്നു. വാവച്ചി ചിങ്ങട് ഉറങ്ങി 4:30 എന്ന് വന്നിട്ടാണ്. അപ്പോൾ വാവച്ചിയും ചിങ്ങടും അമ്മയൊക്കെ ആ ഒരു സമയത്ത് ഉറങ്ങിയിരിക്കുന്നത്. അപ്പോൾ അമ്മ നോർമലി എണീക്കാറാണ് പെട്ടെന്ന്, എത്ര സമയം വൈകിയാലും അമ്മ എണീക്കാറ്. പക്ഷേ അമ്മയ്ക്ക് നല്ല ടയർന്ന് തോന്നുന്നു. അമ്മ എണീറ്റിട്ടില്ല, വാവച്ചി എണീറ്റില്ല, ചിങ്ങട് എണീറ്റില്ല. അവർ നല്ല ഉറക്കത്തിലാണ് കേട്ടോ. അപ്പോൾ ഞാൻ എണീറ്റു. ഇനിയിപ്പോൾ നമുക്ക് എന്താ വെച്ചാൽ നമ്മൾ ട്രിപ്പ് പോയതുകൊണ്ട് തന്നെ വീട് മൊത്തത്തിൽ അലങ്കോളാണ് ഗൈസ്. മൊത്തത്തിൽ വെച്ചിട്ട് മൊത്തത്തിൽ എല്ലാവരും അതായത് പുറത്തും ഉള്ളിലും മൊത്തത്തിൽ അലങ്കോളം. ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതെന്താ ഗൈസ്, ഒരു ട്രിപ്പ് പോയതിൻ്റെ ഒരു അവസ്ഥയാണ്. അപ്പോൾ ഇനി ഇതൊക്കെ ക്ലിയർ ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ നമ്മൾ പെറ്റ്സ് ഉണ്ടല്ലോ, ലിസനെയൊക്കെ ബോർഡിങ്ങിലാക്കിയിരിക്കുന്നത്. അപ്പോൾ അവരെയൊക്കെ പോയിട്ട് കളക്ട് ചെയ്യണം. അപ്പോൾ കുറച്ച് പണി കൂടുതലുണ്ട്. പിന്നെ വണ്ടിയിൽ കുറേ സാധനങ്ങളും കാര്യങ്ങളുണ്ട്, അതൊക്കെ പുറത്തെടുക്കണം. ഞാൻ വാവച്ചിനും ചിങ്ങടും അമ്മനെയും കാണിച്ചു കേട്ടോ. അവർ നല്ല ഉറക്കത്തിലാണ് കേട്ടോ. ഞാൻ കാണിച്ചു തരാം. അല്ല ഗൈസ്, അവിടെ നല്ല ഉറക്കത്തിലാണ്. പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മളൊന്നാമത് ഇത്രയും ദൂരം ട്രാവൽ ചെയ്ത് വരുന്ന സമയത്ത് ടയേർഡും ഞാനായതാണ്. അവർ ഉറങ്ങണം, എന്തായാലും എണീപ്പിക്കണമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ എന്തായാലും ഫസ്റ്റിന് പല്ല് ഞാനൊന്നും തേച്ചില്ല. പല്ല് കഴിക്കണം, ഫ്രഷ് ആവണം. അത് കഴിഞ്ഞിട്ട് ഇവിടേക്കൊന്ന് പറ്റണം ഒതുക്കിയിട്ട് പിന്നെ വണ്ടിയിൽ സാധനങ്ങൾ അതൊക്കെ ഒന്ന് ഇറക്കി വെക്കണം കേട്ടോ ഗൈസ്. വേണ്ട, മൊത്തത്തിൽ ചപ്പലും കാര്യങ്ങളൊക്കെ നിറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഓവറില്ലെങ്കിലും അത്യാവശ്യം ഉണ്ട്, നമ്മളില്ലാത്തതിൻ്റെ ഒരു ഇതാണ്. അപ്പോൾ എന്തായാലും ഫസ്റ്റ് നമുക്കതൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം ഗൈസ്. ഗൈസ് അങ്ങനെ ഇവിടെയൊക്കെ ക്ലീൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ അടിച്ച് ക്ലിയർ ചെയ്തു. ഇപ്പോൾ നെക്സ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂട് വൃത്തിയാക്കണം ഗൈസ്. ഗൈസ് ഇതാണ് വണ്ടീൻ്റെ അവസ്ഥ. ഇതല്ല, ഇന്നലെ രാത്രി വന്നിട്ട് കുറച്ച് സാധനങ്ങൾ എടുത്തു. ഇവിടെയൊക്കെ കുറച്ച് സാധനങ്ങളുണ്ടായിരുന്നു. മൊത്തത്തിൽ വണ്ടി അലങ്കൊണ്ട് ഗൈസ്. അതിൻ്റെ തലയാണി പുതപ്പടൊക്കെ എടുത്തിട്ടാണ് ഇവിടെ നിന്ന് ഇറങ്ങിയിരിക്കുന്നത്. പിന്നെ അതാ ഞങ്ങൾ മൂന്നാർ പോയിട്ട് വരുന്ന സമയത്ത് ചായപ്പൊടി മേടിച്ചു, ചോക്ലേറ്റ് മേടിച്ചു, പിന്നെ ചുക്ക് കിട്ടാ ചുക്കും മേടിച്ചു. ഇതില്ലേ, ഇത് വന്നിട്ട് ഞങ്ങൾ മുമ്പ് പോയ സമയത്ത് മേടിച്ചിട്ട് പിന്നെ കുറേ ആയിട്ട് വേണമെന്ന് പറഞ്ഞിട്ടിരിക്കുന്നത്. പിന്നെ അമ്മയ്ക്കും മേടിച്ചു കേട്ടോ. അമ്മയ്ക്ക് പിന്നെ സെയിം തന്നെ ചായപ്പൊടി, ചുക്ക് കാപ്പി, പിന്നെ അതുപോലെ തന്നെ ചോക്ലേറ്റ് മേടിച്ചു കേട്ടോ. അപ്പോൾ ഗൈസ് വണ്ടിയിൽ സാധനങ്ങളും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചു കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ലിസൺ എടുക്കാൻ പോകാം ബോർഡിൽ നിന്ന്. അപ്പോൾ അവൾക്ക് വേണ്ടിയിട്ടുള്ള ഷീറ്റാണ് കേട്ടോ. അപ്പോൾ ഷീറ്റ് വിരിച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ലല്ലോ. അപ്പോൾ ഇനിയിപ്പോൾ നേരെ ലിസൺ എടുക്കാൻ വേണ്ടി പോവാം. ലിസാ, ഗൈസ് ഇവിടെ ഒരാളില്ലേ, എന്താണ് നല്ല വെറി എടുത്തിട്ട് ചാടുക, മേലെ ചാടുക, അതൊക്കെയാണ് ഇപ്പോൾ പണി. അപ്പോൾ നമ്മൾ മൂന്നാർ പോകുമ്പോഴാണെന്നുണ്ടെങ്കിലും ഞങ്ങൾ വീട്ടിൽ സാധനങ്ങളും കാര്യങ്ങളൊക്കെ മാക്സിമം മേടിക്കാതെ കാലിയാക്കിയിട്ട് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ ഇന്ന് ഫുഡ് കാര്യങ്ങളൊക്കെ എന്തെങ്കിലും സെറ്റ് ചെയ്യണമല്ലോ. അപ്പോൾ ഞാൻ ലിസനെ ബോഡിയിൽ നിന്ന് എടുക്കാൻ പോയ സമയത്ത് തന്നെ മീൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ സ്ഥിരമായിട്ട് മേടിക്കുന്ന അവിടെ നിന്ന് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കണ്ട, അപ്പോൾ ആള് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അതിന് മേടിച്ചിട്ട് നേരെ കുറച്ച് പച്ചക്കറി മേടിക്കാണ്ട് കുറച്ച് പച്ചക്കറി മേടിച്ചിട്ട് നേരെ വീട്ടിൽ കൊണ്ടുപോകാം. ഇനിയിപ്പോൾ അവിടെ പോയിട്ട് ഇനി വാവിച്ച് എണീറ്റിട്ടില്ല, എണീറ്റിന് എന്നെ വിളിച്ചിട്ടുണ്ടാവും. ഇനി ചിലപ്പോൾ അമ്മ വേണമെങ്കിൽ എണീറ്റിട്ടുണ്ടാവും ഗൈസ്. അപ്പോൾ എന്തായാലും മീൻ ഫസ്റ്റ് മേടിച്ചിട്ട് നമുക്ക് പച്ചക്കറി മേടിക്കാം ഗൈസ്. അപ്പോൾ അതാ മീനും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. സിലോപ്പിയാണ് കേട്ടോ. അപ്പോൾ വാവച്ചിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള മീനാണ് സിലോപ്പി ഗൈസ്. അപ്പോൾ അമ്മ എണീറ്റിട്ട് ഇവിടെ ചോറും കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ടിരിക്കണം കേട്ടോ. ഇത് കടലയാ കറി വയ്ക്കാൻ വേണ്ടിയിട്ടാ. ഞാൻ ചിക്കനും മേടിച്ചു കേട്ടാ, ലിസയ്ക്കും പൂച്ചക്കുട്ടികൾക്കും. പിന്നെ കുറച്ച് പച്ചക്കറി, പിന്നെ മീനും ഗൈസ്. അപ്പോൾ വാവിച്ചൊന്നും എണീറ്റിട്ടില്ല, വാവിച്ച് നിങ്ങൾ പറഞ്ഞോണ്ട് അമ്മ എണീറ്റു കേട്ടാ. ഇനിയിപ്പോൾ എന്താണ്, ലിസ വണ്ടി തന്നെ ലിസനെ കൂട്ടിൽ പിടിച്ചാക്കണം. എന്നിട്ട് അതിന് ശേഷം പിന്നെ വീട്ടിൽ ക്ലീനിങ് സ്റ്റാർട്ട് ചെയ്യണം ഗൈസ്. കാരണം ഒരുപാടുണ്ട്. ഇപ്പോൾ തന്നെ തുടങ്ങിക്ക് തന്നെ ഏകദേശം പെട്ടെന്ന് തീർക്കുക. ഇല്ലെങ്കിൽ എന്താണ് വെറുതെ അവിടെ തന്നെ കിടന്ന് അലങ്കോലേക്ക് കിടക്കുള്ളൂ. അപ്പോൾ പെട്ടെന്ന് എന്തായാലും ലിസനെ കൂട്ടിലേക്ക് ആദ്യം നമുക്ക് ക്ലീനിങ് തുടങ്ങാം ഗൈസ്. അപ്പോൾ ഈ ബാക്കിൽ കാണില്ലേ തുണിയും കാര്യങ്ങളൊക്കെ മൊത്തം അലങ്കോലേക്ക് കിടക്കുന്നത്. ഇത് വന്നിട്ട് ഞങ്ങൾ പോണതിൻ്റെ തലേദിവസം തിരുമ്പിയിട്ടിട്ട് പോണ ദിവസം അങ്ങനെ എടുത്തിട്ട് അതായത് ഉണങ്ങിയത് അങ്ങനെ എടുത്ത് ഇവിടെ ഇട്ടിട്ട് പോയതാണ്. മടക്കാനും കാര്യങ്ങളും ടൈമും കാര്യങ്ങളൊന്നും കിട്ടാത്തതുകൊണ്ട്. അപ്പോൾ ഇനി ഫസ്റ്റ് ഇവിടെ നിന്ന് നമുക്ക് ഇതൊക്കെ ഒന്ന് മടക്കി ക്ലിയർ ചെയ്ത് തന്നെ ഇവിടെ നിന്ന് എന്താണ് മൊത്തത്തിലൊന്ന് ക്ലീൻ ആക്കിയിട്ട് ഇങ്ങനെ ഓർഡർ ആയിട്ട് പോയി, അല്ലെങ്കിൽ മൊത്തത്തിൽ ഞങ്ങൾ ക്ലാഷ് ആവും. അപ്പോൾ എന്തായാലും ഫസ്റ്റ് ഇതൊക്കെ ഒന്ന് മടക്കി വയ്ക്കാം ഗൈസ്.
സാധനങ്ങളൊക്കെ മടക്കി വെച്ച് കഴിഞ്ഞു. എന്നിട്ട് ഇപ്പോൾ കാറ്റ് കല്ലല്ലോ കേസ്, അതുകൊണ്ട് നല്ല പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങൾ പിന്നെ ഇല്ലാത്തതുകൊണ്ട് കുറച്ച് അധികം കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഇവിടെയൊക്കെ ഫുള്ള് പൊടിയായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റായി ക്ലീൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതാ ഇത് മൊത്തം ഒന്ന് ക്ലീനാക്കി അടിച്ചിട്ട് ഇവിടെ നിന്ന് അങ്ങോട്ടും പോകണം. പിന്നെ അമ്മ അവിടെ കറി വെച്ചുകൊണ്ടിരിക്കണം. അമ്മൻ്റെ ഏകദേശം പണിയൊക്കെ തീരാനായി തോന്നുന്നു. ഞാൻ എന്തായാലും കാണിച്ചു തരാം. വാവിച്ച് ചിങ്ങൽ ഇതുവരെ എണിച്ചിട്ടില്ല. ഒന്നാമത് എണിക്കാൻ ചാൻസ് ഇല്ല. നല്ല ടയേർഡ് ഉണ്ടാവും. കാരണം വാവിച്ച് ചിങ്ങണി പിടിച്ചിട്ടില്ല അത്രയും ദൂരം ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നല്ല ടയർഡുണ്ട്. അപ്പോൾ അതുകൊണ്ട് വിളിക്കാൻ പോകുന്നുണ്ടല്ലോ. വാവിച്ച് എണിച്ചിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ വേഗം ഒന്ന് ഒതുക്കട്ടെ കേട്ടോ ഗൈസ്. ഒരാൾ എണീറ്റ് വന്നു കേട്ടോ. എങ്ങനെയുണ്ടോ അതെ? നല്ല ടയർഡ് അല്ലേ? വന്നത് ഉറങ്ങിയിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. അതാണ് പ്രശ്നം. നല്ല സമയമായോ? സൗണ്ടി പറഞ്ഞു 5 മണിയൊക്കെ ആയിരുന്നു. 5 മണിയായി. എനിക്ക് മെസ്സേജ് അയക്കുന്ന ടൈമിലാണ് എനിക്ക് മെസ്സേജ് ഉറങ്ങിയത്. ആ പേടിപ്പിച്ചിട്ടാ വയ്ക്കുന്നത്. പേടിപ്പിച്ചിട്ട് അമ്മൻ്റെ ഉറങ്ങാൻ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാനും കണ്ണടച്ച് കിടന്നിട്ട് അയാള് വേണ്ടി ഉറങ്ങിക്കോ വേണ്ട പേടിപ്പിച്ചിട്ട് ഉറക്കി. വേറെ വഴിയില്ല. എനിക്ക് നല്ല ഉറക്കും ക്ഷീണമൊക്കെ നല്ല ഉറക്കം വരില്ലായിരുന്നു. പക്ഷെ ചിങ്ങണി ഇന്നലെ രാവിലെ ഞങ്ങൾ വന്നോണ്ടിരിക്കുന്ന സമയത്ത് നേരെ ഉറങ്ങിയിട്ടില്ല അല്ലേ? അല്ലെ കണ്ടിന്യൂ ഉറങ്ങുന്നതാണ്. ഇവിടെ എങ്ങനെയാ എന്തൊക്കെ അവളുടെ ഉറക്കം പിടിച്ചു നിർത്താൻ ശ്രമിച്ചാലും ഉള്ള സമയത്തേ ഉറങ്ങുള്ളൂ. സത്യം. എണീറ്റിട്ടില്ല കേട്ടാ. വാവിച്ച് മാത്രം എണീറ്റില്ല. ചിങ്ങളോട് ഉറങ്ങത്തില്ല. അമ്മനെ റൂമിലാക്കിയിട്ട് വാവിച്ച് വന്നതാണ് ഗൈസ്. അപ്പോൾ ഇവിടുത്തെ ഒരുക്കങ്ങളൊക്കെ ഏകദേശം ആയിക്കൊണ്ടിരിക്കുന്നു. ഞാൻ 7 മണിക്ക് എണിച്ചു. ഞാനൊരു 1 മണിയിലേ വന്നെത്തിയ 1 മണിക്കൂർ തന്നെ ഉറങ്ങി. 1 മണിയാകുമ്പോൾ ഉറങ്ങി. കാരണം എന്നെ തല്ലണത് എനിക്ക് ഒരിക്കലും ഓർമ്മയുണ്ട്. പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല. അത് ഒന്നാമതില്ലേ ഉറക്കവും ഒന്നുമില്ല. അങ്ങനെ ഡ്രൈവ് ചെയ്ത് വന്നല്ലേ. അപ്പൊ അതുകൊണ്ട് നല്ല മറ്റേ ക്ഷീണം. കയ്യില് പൈസ ഉണ്ടായിരുന്നു. കയ്യിൽ കളിച്ചിട്ട് കൂർക്ക പൈസ പോട്ട് പോട്ടാ. എങ്ങനെ കയ്യിൽ പൈസ? അവളുടെ കയ്യിൽ പൈസ ഉണ്ട്. ഞാൻ കുറുക്ക് വലിക്കുന്ന സമയത്ത് ഓടും. വരും. എന്നിട്ട് പോയി കുറുക്ക് വലിക്കുന്ന സമയത്ത് എണിച്ചു കൊണ്ട് ഓട്ടോ പൊതുവെ അങ്ങനത്തെ ഉള്ള സാധനങ്ങളൊന്നും കൊടുക്കാറില്ല കേട്ടോ. മേടിച്ച് വെക്കാതെ തന്നെ അവള് അതായത് വാവിച്ച് അങ്ങനെ ചോക്ലേറ്റും കാര്യങ്ങളൊക്കെ കുറച്ച് എങ്ങനെയൊക്കെ കൊടുക്കാൻ നോക്കും. അപ്പം ഞാൻ കൊടുക്കാൻ സമ്മതിക്കാറില്ല. അപ്പം അതുകൊണ്ടാണ് ചിങ്ങട് ഓടുന്നത് കേട്ടോ. പിന്നെ ഒന്നും പറഞ്ഞിട്ട് അല്ലാതെ നമ്മൾ ഒരുപാട് ശീലിപ്പിച്ചതിന് ശരിയാവില്ലല്ലോ. അപ്പം അതുകൊണ്ട് ലിമിറ്റ് ചെയ്ത് പോകണമെന്ന് നല്ലതല്ലേ അല്ലേ ഐസ്? അപ്പോൾ ഇനി ഫുഡും എല്ലാം കഴിക്കണം. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഏകദേശം ഒതുങ്ങിയിട്ട് ഇനി കുറച്ചുകൂടെ ഒന്ന് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ ഫ്രഷ് ആവണം അല്ലേ? അമ്മനെ ആക്കണം. അമ്മ നല്ല ലേറ്റ് വന്നുകൊണ്ട് അങ്ങനെ ഇങ്ങോട്ട് വന്നു. ഇനിയിപ്പോൾ ഇന്ന് അമ്മനെ കൊണ്ടാക്കണം. അങ്ങനെ കുറച്ച് പരിപാടികളുണ്ട്. അപ്പം എന്തായാലും ലിസൺ എടുത്തു. ലിസനൊക്കെ നേരത്തെ പോയി എടുത്തു. വാവിച്ച് ഉറങ്ങി എണീക്കുന്ന ഇപ്പോഴാണ്. ഇനി വാവിച്ച് ഉറങ്ങി എണീറ്റ് ഞങ്ങൾ പോകുമ്പോഴേക്കും എന്താണ് പിന്നെയും ടൈം ലേറ്റ് ആയിക്കൊണ്ടിരിക്കുന്നത്. ബോർഡിങ്ങിലില്ല അവരെ. അപ്പം നമ്മൾക്ക് പൈസ വെറുതെ പോയിക്കൊണ്ടിരിക്കല്ലേ. ഒന്നാമത് ഞങ്ങളിവിടെ എത്തിയല്ലേ. അപ്പം എന്തായാലും വേമ്പോ എടുക്കണം നല്ലത്. അപ്പോൾ ഗൈസ് എന്തായാലും വാവിച്ച് പോയി പല്ലൊക്കെ തേച്ചിട്ട് വരട്ടെ. ആ ടൈം കൊണ്ട് എനിക്ക് ചെയ്യാനുള്ളത് ചെയ്യട്ടെ. എന്നിട്ട് ഫുഡ് കഴിക്കാം അല്ലേ ഗൈസ്? അപ്പോൾ ചിങ്കിട് എണീച്ചു കേട്ടാ. ഞാൻ ബേബിൻ്റെ കൂടെ വന്നിട്ടിരുന്നില്ല. ആ ടൈമിൽ തന്നെ പോണ സമയത്ത് ചിങ്കിട് എണീച്ചു. ചിങ്കിട് കുട്ടിക്ക് ഒരു ക്ഷീണമില്ല. എന്താണിത്? അത് കുട്ടീൻ്റെ തന്നെ. ഇതെൻ്റെയാന്ന് മാക്സിമം ഇപ്പം എല്ലാം പറയാൻ തുടങ്ങിയിട്ട്. നമ്മൾ ഓരോന്നിരുന്ന് പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് എല്ലാം പറയും. കുഞ്ഞിപ്പെണ്ണേ എന്താണ്? ഓ ഇതാൻ്റെയാണ്. കുട്ടിൻ്റെ ആണോ? ഹായ് പറ കുഞ്ഞ. ഗൈസ് അവിടെയൊക്കെ ഇതാണ്ട ബൊമ്മ തൂക്കി വെച്ചിരിക്കട്ടോ. അതിന് കണ്ടിട്ടാണ് ബൊമ്മ പറയണേ. ഡാഡി എവിടെ പൊഞ്ഞ്? ഡാഡാ എവിടേക്ക് നോക്കണ് ഗൈസ്? അപ്പോൾ ഇതാ ബേബി ഇതവിടെയൊക്കെ അടിച്ച് വൃത്തിയാക്കി. ഇതവിടെ അടുക്കളയും കൂടി ഉണ്ട് തോന്നണം. ബേബി പൊരിഞ്ഞ് പണിയില്ലേ?
കഴിഞ്ഞ അതോടെ കഴിഞ്ഞു. നിർത്തിയ പിന്നെയും പണിയാണ്. എപ്പോ തുടങ്ങിയതാണ്? പറഞ്ഞിട്ട് കാര്യമില്ല, ചെയ്ത് കഴിഞ്ഞ് കഴിയില്ലേ, പിന്നെ സമാധാനത്തിലിരിക്കാലോ. ഓ പാവട്ടോ, വേറെ ആര് ചെയ്യണത്? അടുക്കളയൊക്കെ നല്ല അലങ്കോലം അടുക്കളയില്ല, വീട് മൊത്തം വേവ് വൃത്തിയാക്കിയത് കൊണ്ട് അറിയണില്ല. ആ അങ്ങനെ അതാ ചിങ്ങട് എണീറ്റിട്ട് മമ്മം കഴിച്ചോണ്ടിരിക്കണ്ട, ചോറ് കഴിച്ചോണ്ടിരിക്കാണ്. ആ അമ്മ കഴിക്കണേ, കഴിച്ചോ? വായിച്ചിതാ ഞങ്ങൾക്കുള്ള ചോറെടുത്തിട്ട് വരികയാണ്. വായിച്ചോ? ചിങ്ങടൂനില്ലേ അവിടെ കഴിക്കാൻ കൊടുക്കണമെങ്കിൽ ഞങ്ങൾ കഴിക്കുമ്പോൾ ഞങ്ങളുടെ അടുത്ത് വന്നിട്ട് നന്ദിയും കഴിക്കണം അല്ലേ? അതാണ് ചിങ്ങടൂവിൻ്റെ പണി. അപ്പോൾ ഇതാ വായിച്ച് കഴിക്കാൻ തുടങ്ങി. ഞാനിപ്പോൾ കഴിക്കാൻ തുടങ്ങണം. വെണ്ടയ്ക്കപ്പുളി, കടലുപ്പേരിയും പിന്നെ ഗൈസ്. അപ്പോൾ ബേബി ഇതാ ഡ്രസ്സൊക്കെ വാഷ് ചെയ്തിട്ടിരിക്കാനാണ്. അപ്പോൾ നമ്മൾ എന്ത് കഴിഞ്ഞതിന് ശേഷം ബേബി പുറത്തു പോയത്? അവിടേക്ക് അടിച്ചു വിട്ട് കഴിഞ്ഞിട്ട് ഞങ്ങൾ പുറത്ത് പോയി. ഒരു ചെറിയൊരു വീഡിയോ എടുക്കാനുണ്ടായിരുന്നു, അതുപോലെ ഷൂട്ട് ചെയ്ത് ഫുഡ് കഴിക്കായിരുന്നു. ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ പുറത്ത് പോയി കഴിഞ്ഞിട്ട് വരുമ്പോൾ തന്നെ കുറച്ച് സമയമായി അല്ലേ? അപ്പോൾ ബേബി ഇവിടെ ഓൾറെഡി ഡ്രസ്സ് കാര്യങ്ങളൊക്കെ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. ബേബി ഇല്ല അതായത് കുറേ ഉണ്ട് കേട്ടാ. ഞങ്ങൾ ട്രിപ്പ് പോയതും അതല്ലാതെ മുമ്പും ഉണ്ട്. അപ്പോൾ ഒന്നായിട്ടുള്ളത് ആവശ്യത്തിനെടുത്ത് കൊടുത്താൽ ആവശ്യം മെല്ലെ തിരുമ്പി. അല്ല, ഞാൻ പൊതുവേ ഡ്രസ്സൊക്കെ വാഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല സ്ലോ ആയിരിക്കും ചെയ്തിട്ട് തന്നെ കുറേ ആയിട്ടാ. അല്ല ചെയ്യും ആവശ്യം, പക്ഷെ ആവശ്യം കുറച്ചാകുമ്പോൾ എല്ലാം ചെയ്ത് കുറയാകുമ്പോൾ പടപടാന്ന് കഴിക്കണ്ടേ. അതുകൊണ്ടാണ് ഞാൻ ഈ എന്താ പറയാ സ്ലോ ആയ മെഷീൻസ് ഒക്കെ എങ്ങനെയാണ് അതുപോലെയാണ് ചെയ്യും. പക്ഷെ ഒരുപാടുള്ള കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് കഴിക്കില്ല. പെട്ടെന്ന് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നില്ല. ആവശ്യത്തിന് ബേബി വൃത്തിയാക്കും, ഞാൻ വൃത്തികേടാക്കും. അതാണ് അതിന്റെ ശരി. ചിങ്ങട് ഇപ്പോ എവിടെയെങ്കിലും വെച്ചാൽ വലിച്ചിടുക, അതാണ് ചിങ്ങടിന്റെ ഹോബി. ചിങ്ങട് ഒതുക്കി വെച്ച് കഴിഞ്ഞാൽ വലിച്ചിടാൻ വേണ്ടിയിട്ട് അങ്ങനെ എന്താണ് കിട്ടുക. നേരത്തെ അവിടെ ബേബി എന്തൊക്കെയോ വെച്ച സാധനങ്ങളൊക്കെ എടുത്ത് വലിച്ചിട്ടു. എന്താണ് ഡ്രസ്സുകൾ എടുത്ത് കവറങ്ങയിലൊക്കെ എടുത്ത് വെച്ചാൽ അതിനൊക്കെ എടുത്ത് മൊത്തം അവിടെ ഹാൾ മൊത്തം നിറച്ചു. പിന്നെ അതൊക്കെ ഒതുക്കി വെച്ചിട്ട് പിന്നെ പോയത്. ഇപ്പോൾ വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒന്ന് തുടച്ചു വിടാണ്ട് വീട്. പിന്നെ ചിങ്ങടും ആണെങ്കിലും കുറച്ച് ഉറങ്ങിയിട്ട് എഴുന്നേറ്റിട്ട് ഇപ്പൊ ഫുഡ് കാര്യങ്ങളൊക്കെ കഴിക്കാണ്. അതെ.